ഗാന്ധിജിയുടെ അതിഥി. പുകഴ്പെറും വാർത്തയിലന്നൊരു നാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിൻ്റെ നേർക്കായി ഒരു പിഞ്ചു കാലടിപ്പാടു കാണായി. കീറിപ്പൊളിഞ്ഞതവൻ്റെ വേഷം, ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം. ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തൂകും ഉത്സുകരാകും മുഖങ്ങളോടായി. ഉത്തരമൊന്നേ പറഞ്ഞിതുണ്ണി, ഇക്ഷണം ബാപ്പുവെ കണ്ടിടേണം. 100 ആൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ, ഒരു കൊച്ചു പായമേൽ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന കർമ്മയോഗി. അക്കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചിരുത്തി. തൃക്കരം കൊണ്ടൊന്നൊഴിഞ്ഞവാറേ, ഗദ്ഗദം കൊണ്ടു മൊഴിഞ്ഞിതുണ്ണി. പോയതെന്നച്ഛനും അമ്മയും ഞാൻ, ഏകൻ എനിക്കിനിയാരുമില്ല. തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാറ്റുമാറപ്പോൾ ഓതിതാതൻ. കുഞ്ഞേ നിനക്കൊള്ളിതാണിക്കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും. ഇവിടെ നീ എന്നോമലുണ്ണി, വേറിട്ടിനിമേൽ നീ എങ്ങുമേ പോയിടേണ്ട. നേതാക്കൾ, പത്രക്കാർ, ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകേ. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലവൻ മാത്രമായി. അക്ഷീണ മന്ദസ്മിതവുമായിട്ടപ്പോഴും നൂൽക്കും ഗുരുവുരച്ചു. മകനെ പറഞ്ഞോളു വേണ്ട കാര്യം, അരികിലണഞ്ഞു പറഞ്ഞിതുണ്ണി. അറിയില്ലെനിക്കൊരു വേല പോലും, അലസനായി എമ്മട്ടു പാർത്തിടും ഞാൻ. ഒതിരും അഭിമാന ബാഷ്പമോടെ മുകരുകയായി താതനുണ്ണി തന്നെ. ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ, 100 കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്കു വേല നൽകാൻ. ഉണ്ണിക്കരമിതു പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തിയെന്നാൽ, അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കുമെന്തു ദുഃഖം. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ തുളസീദളങ്ങൾ എന്ന കൃതിയിൽ നിന്നെടുത്ത കവിത.